ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരനാട്ടുകര ഡിവിഷനിലാണ് നമ്മൾ മത്സരിച്ച് വിജയിച്ചത്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടേം കഴിയുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ? ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തൊക്കെ മത്സരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു, എന്തൊക്കെ പറഞ്ഞ് വോട്ട് മേടിച്ചു, ആ വോട്ട് മേടിച്ച എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പദ്ധതികളും അരനാട്ടുകരയിൽ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ 5 വർഷം എൻ്റെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. എടുത്തു പറയാവുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ അരനാട്ടുകാർക്ക് തൊട്ടറിയാവുന്ന വികസന പ്രക്രിയയിൽ തന്നെ വലിയ മാറ്റം അരനാട്ടുകാരിക്ക് ഉണ്ടായി എന്നുള്ളത് അരനാട്ടുകരയിലെ ജനങ്ങൾ പറയും. അതിലൊരു മാറ്റവുമില്ല. അരനാട്ടുകര ഗവൺമെൻറ് UP സ്കൂള്, അതുപോലെ തന്നെ നേതാജി ഗ്രൗണ്ട്, പുതിയ ടർഫ് ഗ്രൗണ്ട്, ഫെഡലൈറ്റ്, ഫെൻസിങ്, സ്പോർട്സ് ജിമ്മ് ഉൾപ്പെടെ നേതാജിയിലെ വികസനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് തൊട്ടറിയാവുന്ന, അവിടുത്തെ ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെയുള്ള അവിടെ വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ആർക്കാണ് കായിക പ്രതിഭകൾക്ക് എല്ലാവർക്കും അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ടാഗോർ സെനറി ഹാളിൻ്റെ അരനാട്ടുകാരുടെ അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെയും ഏറ്റവും തലയെടുപ്പുള്ള ഒരു പദ്ധതിയാണ് ടാഗോർ സെനറി ഹാൾ. അതിൻ്റെ ഏകദേശം പണി പൂർത്തീകരിച്ചു. ഇലക്ട്രിക്കൽ വർക്കും അതുപോലെ തന്നെ എയർ കണ്ടീഷൻ്റെ വർക്കും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അത് പൂർത്തീകരിച്ച് അത് മുന്നോട്ട് വരുമ്പോൾ അത് അരനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വികസനമാണ്. വെളിച്ചത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടനവധി ഐമാസ് ലൈറ്റുകൾ, പുതിയ ലൈറ്റുകൾ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം നന്നായി നടന്നിട്ടുണ്ട്. അരനാട്ടുകര ഗവൺമെൻറ് UP സ്കൂളിൽ ഏകദേശം ഒരു 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, പുതിയ കമ്മ്യൂണിറ്റി ഹാള് ഉൾപ്പെടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബശ്രീയുടെ ഓഫീസ് ഉൾപ്പെടെ അവിടെ പുതിയതായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു. പകൽ വീട്, വയസ്സായ ആളുകൾക്കുള്ള ഒരു പകൽ വീട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. പുതിയ അംഗനവാടികൾ, നമുക്ക് കെട്ടിടങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. തൃക്കുമാരകുളം അമ്പലക്കുളം അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കുളം പുതിയതായി നവീകരിച്ച ഒരു 4 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിഞ്ഞു. എല്ലാ റോഡുകളും, എന്താണ് അരനാട്ടുകരയിലെ റോഡുകൾ എന്നുള്ളത് തൊട്ടറിയാവുന്ന, അനുഭവിച്ചറിയാവുന്ന ജനങ്ങളവിടെയുണ്ട്. ഇത്രയും കൂടുതൽ ഇനി കുറേയേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. എന്തായാലും അരനാട്ടുകാർക്ക് ഈ വികസനം എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനി ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ പറയട്ടെ എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.